ലോകകപ്പിലെ മൂന്നാം സ്ഥാനക്കാരെ കണ്ടെത്താനുള്ള പ്ലേ ഓഫ് പോരാട്ടത്തിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും നേർക്കുന്നാർ. സെമിഫൈനലിലെ തോൽവിയുടെ ആഘാതം ഒഴിവാക്കാൻ മൂന്നാം സ്ഥാനം ഇരു ടീമിന് ഉപകരിക്കും. പുലർച്ചെ 2:30 മയാമിയിലാണ് മത്സരം. സെമിഫൈനലിൽ നേരിട്ട കനത്ത തിരിച്ചടികളുടെ മുറിവുണക്കാനാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും മയാമിയിൽ മുഖാമുഖമെത്തുന്നത്. സെമിയിൽ സ്പെയിന്റെ പ്രതിരോധ പൂട്ടിനു മുന്നിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർന്നടിഞ്ഞ ഫ്രാൻസാണ് ഒരു വശത്ത്. ഈ മത്സരത്തിന് ചില സവിശേഷതകളുണ്ട്. ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഈ പോരാട്ടം. 8 ഗോളുകളുമായി മെസ്സിയുമായി ഒപ്പത്തിനൊപ്പമുണ്ട് എംബാപ്പെ. കൂടാതെ ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദശാംസിന്റെ വിടവാങ്ങൽ പോരാട്ടം കൂടിയായിരിക്കും. 7ാം തവണയും ലോകകപ്പിൽ ഒരു മെഡലോടെ പോഡിയത്തിൽ ഫിനിഷ് ചെയ്യാൻ ഫ്രാൻസ് ഒരുങ്ങുമ്പോൾ തോമസ് ടുഹേലിന്റെ ഇംഗ്ലീഷ് പടയും വിട്ടുകൊടുക്കാൻ 5 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ടൂർണമെന്റിലെ പ്രകടനം അടിസ്ഥാനമാക്കിയാൽ മുൻതൂക്കം അത് ഫ്രഞ്ച് പടയ്ക്ക് തന്നെ. തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ലോകവേദിയിൽ 3ാം സ്ഥാനക്കാരെന്ന തലയെടുപ്പോടെ ആരുമടങ്ങുമെന്ന് ഈ രാത്രിയിൽ അറിയാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. നടനും നിർമ്മാതാവുമായ തമ്പി ആന്റണി അമേരിക്കയിൽ നിന്ന് ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ന്യൂസ് 18 കേരളത്തോട്. സ്വിറ്റ്സർലൻഡിലെ ഫിഫയുടെ ആസ്ഥാനം സന്ദർശിച്ചതും തിരികെ എത്തിയപ്പോൾ കൊണ്ടുവന്ന ശേഖരങ്ങളും പ്രേക്ഷകർക്കായി കാണിച്ചു തരിക കൂടിയാണ് തമ്പി ആന്റണി. US നിന്ന് പ്രതാപ് ജയലക്ഷ്മിയുടെ റിപ്പോർട്ട്. ഇതൊരു സ്പെഷ്യൽ പ്രിവിലേജാണ്. അവിടെ ഫിഫയുടെ ഓഫീസിൽ ഞാൻ അവിടെ ഒരു അതിഥിയായിട്ട് ചെന്നപ്പോൾ അവർ തന്നതാണ്. മഞ്ഞക്കാടും ചുമലക്കാടും. ഇത് സാധാരണ റെഫറികൾ കളിക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. എനിക്ക് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. നമ്മളോടൊപ്പം ശ്രീ തമ്പി ആന്റണി ഇന്ന് അമേരിക്കയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വേൾഡ് ഫുട്ബോൾ അമേരിക്കയിൽ നടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ഓഫീസായ സ്വിറ്റ്സർലൻഡിലെ ഫിഫയുടെ ഓഫീസ് സന്ദർശിക്കാനും അവിടെ ഗസ്റ്റായി പങ്കെടുക്കാനും അവസരം കിട്ടിയ ആളാണ് ശ്രീ തമ്പി ആന്റണി. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പറയട്ടെ. എങ്ങനെയായിരുന്നു അവിടെ പോയത് സ്വിറ്റ്സർലൻഡിൽ? അല്ല, ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഞാൻ ഫ്രാൻസ് വരെ പോയപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അവിടുന്ന് 4-5 മണിക്കൂർ ട്രെയിൻ എടുത്താൽ സൂറിക്കിൽ പോകാം. ഓക്കെ. അപ്പോൾ ഞാൻ അവിടുത്തെ സൂറിക്കത് പോയി 4-5 ദിവസം അവിടെ വിസിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫിഫയുടെ ഹെഡ് ഓഫീസിൽ പോകാമെന്ന്. അത് സൂറിക്കിലാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ഞാൻ പോയത്. പക്ഷേ സാധാരണ അവിടെ ആൾക്കാരെയും സന്ദർശനം അനുവദിക്കാറില്ല. പക്ഷേ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടും പിന്നെ ഞാനൊരു ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് അവർ കൺസിഡർ ചെയ്തു. എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു. അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, പലരോട് സംസാരിച്ചു, ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഒരു 70% ആൾക്കാർ ഇവിടെ ഇല്ല, സ്റ്റാഫ്. അവരെല്ലാം എവിടെയാണോ നോർത്ത് അമേരിക്ക ഈ ഫുട്ബോൾ കളി വിജയിപ്പിക്കാനായിട്ടുള്ള എൻ്റെ ഫണ്ടിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പോയില്ല. അവർ പറയുന്നത് പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറും ജോലിയാണ്. ഇത്രയും വലിയൊരു ഇവൻ്റ് അല്ലേ ഫിഫ, മുഴുവൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതുപോലെ ബുദ്ധിമുട്ടാണ്. അത് ടിക്കറ്റ് എല്ലാം കൊടുത്ത് കൊണ്ടുപോരും. പക്ഷേ ഈ ഡസൻറ്റ് ഗോ പോയില്ല, ബിക്കോസ് ഓഫ് ടു മച്ച് വർക്ക്. പുള്ളി അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭാഗ്യമുണ്ടായി കാണാനും. പിന്നെ അവർ ചെല്ലുന്നവർക്ക് സുവനീറൊക്കെ തരും. നല്ല എന്തൊക്കെ സുവനീറാണ് ഫിഫയുടെ കയ്യിൽ നിന്നും കിട്ടിയത്? ഫിഫ ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ കീ ചെയിന്, പിന്നെ ക്യാപ്പ്, പിന്നെ ഫിഫയുടെ ടീഷർട്ട്. ഓക്കെ. അത് പുറത്ത് കിട്ടുകയില്ല, അവിടെ മാത്രമേ കിട്ടുള്ളൂ. അവർ വിൽക്കുന്നുമില്ല. ഔദ്യോഗിക ടീഷർട്ട്. അത് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. എനിക്ക് 3 എണ്ണം തന്നു. എൻ്റെ മോന് വേണമെന്ന് പറഞ്ഞ്, വൈഫിന് വേണമെന്ന് പറഞ്ഞ് അത് പുറത്ത് മേടിക്കാൻ കിട്ടിയില്ല. ഈ നമ്മുടെ ഫിഫയുടെ ട്രോഫി അത് കിട്ടിയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ തന്നായിരുന്നു, മിനിയേച്ചർ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങള്, പിന്നെ കുറെ കീ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.